ചെയർമാനെ തടയാതെ. ഓക്കെ. VKC മുഹമ്മദ് കോയ MLA ആയിരുന്നു. ആ, അതും ഒരു പുതിയ സംരംഭം. നമസ്കാരം. SKന്റെ ഒരു ഈ ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമായി തിരുവനന്തപുരത്ത് കേരളം മുഴുവൻ ചുറ്റി ആളുകളെ ബോധവൽക്കരിക്കുന്നതും ആളുകളെ അതിലേക്ക് വേണ്ടി ഈ ലഹരിയിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മഹായത്നത്തിലാണ്. അങ്ങനെ മഹായത്നത്തിൽ ഇറങ്ങിത്തിരിച്ച SKനെ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യാം. താങ്ക് യു. അപ്പം കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവനായ VKC മുഹമ്മദ് കോയ, VKCയുടെ മറ്റ് ഡയറക്ടേഴ്സ്, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഞാനിവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സെലിബ്രേറ്റിംഗ് 40 ഇന്ത്യസ് VKC. അപ്പൊ ഞാൻ മാത്രമാണ് 40 ആഘോഷിക്കുന്ന ഒരു ഗമയിൽ നടക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും VKCക്ക് എല്ലാവിധ ആശംസകളും. മാത്രമല്ല, ചെരുപ്പ് നിർമ്മാണത്തിലും ചെരുപ്പ് വിതരണത്തിലും വൺ ഓഫ് ദ മോസ്റ്റ് റിലയബിൾ കമ്പനീസ് ആയിട്ട് മാറിയിട്ടുള്ള ഈ സ്ഥാപനത്തിന് എല്ലാവിധമായ ആശംസകളും. മാത്രമല്ല, ക്വാളിറ്റി മാത്രമല്ല, ഒരു ഇന്റഗ്രിറ്റി ഈ സ്ഥാപനം നിലനിർത്തുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ 40 കൊല്ലത്തെ പാരമ്പര്യം, അതിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം പോലെ തന്നെ എല്ലാം ട്രാൻസ്പെറന്റായി നടക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ഇത് മാറി. പക്ഷേ പുതിയ കൈമാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? എന്നിട്ടും ഈ സ്ഥാപനത്തിന്റെ ഓജസ്സും തേജസ്സും അതേപോലെ നിലനിർത്താൻ കഴിയുന്നു. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എനിക്കിവിടെ ഇതുവരെ പ്ലാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. ഇവിടെ നല്ല ചെരുപ്പട്ട എടുക്കാമായിരുന്നു. വെൽക്കം. കൃത്യമായിട്ട് കാശ് കൊടുക്കണം. എന്തായാലും സ്വാധീനമുണ്ടാക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണത്. 14 ജില്ലകൾ കടന്ന് നമ്മൾ ഈ സമ്മേളനത്തിൽ നിങ്ങളെല്ലാവരും വരിക. കാരണം ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, രാസലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അവർക്ക് ആയുസ് കുറയും, ഒരു 7 കൊല്ലം കൊണ്ട് തീർന്നു കിട്ടും. അതുമാത്രമല്ല, ഇവർ വലിയ അക്രമകാരികളാകും. ചെറിയ കുട്ടികൾ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും ഒരു പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. 9 വയസ്സുള്ള ഒരാൾ പോലും സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അപകടകരമായ കാലാവസ്ഥ കേരളത്തിലുണ്ട്. നമ്മളതേസമയം ആത്മവിശ്വാസം കൈവിട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൽ ഒരുപക്ഷെ നമുക്ക് ഈ യാത്രയിൽ ഒരുപാട് ധാർമ്മികമായും അല്ലാതെയുമൊക്കെയുള്ള ഒരുപാട് പിൻബലം VKC നൽകി. ഈ 40ാം വർഷം ആഘോഷിക്കുന്ന വേളയിൽ, ഞാൻ എൻ്റെ കരിയറിലെ 40ാം കൊല്ലം ആഘോഷിക്കുന്ന വേളയിൽ 2 സംഭവം കൂടെ ഒന്നിച്ചു ചേരുന്ന, 2 പുഴകൾ ഒഴുകി വന്ന ഒരു സ്ഥലത്ത് ഒന്നിച്ചു ചേരുന്ന പോലുള്ളൊരു ഫീലാണ് എനിക്കുള്ളത്. ഈ 40 വേഴ്സസ് 40 എന്ന് പറയുന്നത് ഒരു സുഖമുള്ള കാര്യമാണ് കേൾക്കാൻ. അപ്പം 65 വയസ്സായി അങ്ങോട്ട് പറഞ്ഞാൽ 85 എനിക്ക് 20 കൊല്ലം കൂടെ നടന്നാൽ ഞാൻ അവിടെ എത്തുമല്ലോ. അപ്പോൾ പക്ഷേ 85-ലും അങ്ങ് വളരെ സജീവമാണെന്ന് എനിക്കറിയാം. ഭയങ്കര പ്രായമല്ലല്ലോ പ്രശ്നം, ഇതൊക്കെ ഏജ് ഒരു നമ്പറാണെന്ന് അയാൾ പറയുന്നത്. എല്ലാവരും നമ്പറിലല്ലേ നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. മാത്രമല്ല, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ഈ സ്ഥാപനം നടത്തുമെന്ന് എനിക്കറിയാം. അതിനും പ്രത്യേക ആശംസ. എന്തെനിക്കൊന്ന് കുറച്ച് വീട് നമ്മൾ നിർമ്മിച്ചു നൽകുന്നൊരു പദ്ധതി ഉണ്ട് അല്ലേ? അതെ. ഞങ്ങളൊരു ഈ ഇതിനോടനുബന്ധിച്ച് ഒരു 24-മായി ചേർന്ന് ഒരു 10 വീടുകൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വളരെ സന്തോഷമുള്ള. ഞങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങൾ പലപ്പോഴായിട്ട് ഒരു 25ഓളം വീടുകൾ കൊടുത്തിട്ടുണ്ട്. കോഴിക്കോടാണോ മറ്റുള്ള? അതെല്ലാം മിക്കവാറും ഈ പ്രദേശത്താണ് കൊടുത്തത്. ഈ പ്രദേശത്ത് നമുക്കിങ്ങനെ നേരിട്ട് അറിയാവുന്ന കുറേ ആൾക്കാർക്കാണ് കൊടുത്തത്. ഇത് അതുപോലെ പിന്നെ നമ്മൾക്ക് മനസ്സിലാക്കി ഇതിന് ബുദ്ധിമുട്ടുന്ന ആളുകളും അതേസമയത്ത് സ്ഥലമുണ്ടാവണം, സ്ഥലമുള്ള ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ഉദ്ദേശിച്ചത്. വ്യാപാര രംഗത്ത് ഇപ്പോഴും അതേ സജീവം നിലനിർത്തുന്നുണ്ടോ? എങ്ങനെയാണ് അങ്ങനെ ഒരു ചിട്ട ഇപ്പോൾ? അതായത് ഞാൻ തുടങ്ങിയ കാലത്ത് പിന്നെ സപ്പോർട്ട് ഒന്നും ആളില്ലായിരുന്നു. ഞാനും എൻ്റെ 2 ബ്രദേഴ്സുമാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഒരു ഘട്ടം കഴിഞ്ഞപ്പം റസാഖ്, നൗഷാദ് ഇവരൊക്കെ പഠനം കഴിഞ്ഞ് ഇതിനോട് ചേർന്നു. അവർ മടങ്ങി വന്നു. അതെ, അവർ വന്നതോടുകൂടി പിന്നെ അതിൻ്റെ ഒരു നല്ല കാലം പറക്കുകയാണ്. ഒരു പുതിയ യുഗം, പുതിയ ജനറേഷൻ. അതെ, പുതിയ ജനറേഷൻ്റെ പുതിയ യുഗം പറക്കുകയാണ്. അങ്ങനെ അതിലാണ് പിന്നെ നമ്മൾ ഈ ചെറുതായിട്ട് തുടങ്ങിയതാണ്. പഴയ കാലത്ത് നമ്മളൊരു റബ്ബർ ഹവായി ആണ് തുടങ്ങിയത്. അത് ഈ നേരത്തെ 80-ൽ ആരംഭിച്ചപ്പോൾ, 84 ആരംഭിച്ചപ്പോൾ അന്ന് ഈ റബ്ബർ ഹവായി മാത്രമേ റബ്ബർ ഹവായി എന്ന് പറഞ്ഞാൽ അന്ന് ഒരുപാട് മറ്റ് ഹവായികളും കമ്പനികളും വലിയ കമ്പനികളൊക്കെ ഉണ്ട്.
അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ഞാനന്ന് വേറൊരു ഇൻട്രസ്റ്റ് ചെയ്തു, അത് പരാജയപ്പെട്ടപ്പം പിന്നെ ഈ ചെരുപ്പിലേക്ക് വന്നതാണ്. അപ്പോൾ ചെരുപ്പിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ അന്ന് ഹവായി ചെരുപ്പ്. പിന്നെ അന്ന് ഒരുപാട് കമ്പനികൾ വേറെ ഉണ്ട്, പക്ഷെ അതിനോട് ഒരിക്കലും നമുക്ക് അവരോട് കോമ്പറ്റ് ചെയ്ത് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഞങ്ങൾ വേറൊരു സൈഡ്, അതിനൊന്നും ഇടപെടാത്ത ഒരു പുതിയ മേഖല കണ്ടെത്തി, അതിൻ്റെ ചില കുറവുകൾ കണ്ടെത്തി ആ കുറവ് പരിഹരിക്കുന്ന നിലയിലാണ് പോയത്. അന്ന് പിന്നെ ഈ ചെരുപ്പ് ഈ ഹവായി എന്ന് പറഞ്ഞാൽ വള്ളി പൊട്ടും, വള്ളി പൊട്ടുന്ന ഹവായി. അതേപോലെ തന്നെ ഈ അപ്പർ വൈറ്റ് ഉണ്ടല്ലോ, അപ്പർ വൈറ്റ് കുറച്ച് തേയുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് ആ മറ്റ് കളർ വരുമ്പം കാണാനൊരു വൃത്തികേടായിരിക്കും. ഈ രണ്ട് വൈകല്യം മനസ്സിലാക്കി ഈ രണ്ട് വൈകല്യമില്ലാത്ത ചെരുപ്പുകൾ ഉൽപ്പാദിപ്പിച്ചു. പക്ഷെ അത് ഈ പിന്നെ തൊഴിലാളികളൊക്കെ അതിനെ വളരെ സ്നേഹിച്ചു. തൊഴിലാളികൾ പ്രത്യേകിച്ച് ആ കാലത്തെല്ലാം തമിഴ് തൊഴിലാളികളാണ് ഇവിടെ ധാരാളം ഉള്ളത്. അവർ ഇവിടെ നിന്ന് അത് ഉപയോഗിച്ചെന്ന് മാത്രമല്ല, തമിഴ്നാട്ടിൽ പോലും അവർ കൊണ്ടുപോയിട്ട് പരസ്യമാക്കി. തമിഴ്നാട്ടിൽ നിന്ന് ഈ ചെരുപ്പിന് വേണ്ടി അന്വേഷിച്ച് ഇവിടെ ആൾ വരുന്ന സ്ഥിതി വന്നു. ഇപ്പോഴും തമിഴ് സംസാരിക്കുന്ന ആളുകളുള്ള എല്ലാ സ്ഥലത്തും ഞങ്ങൾ കൊണ്ടുപോയില്ലെങ്കിലും അവിടെ ഈ ചെരുപ്പ് വിൽക്കപ്പെടും. അതായത് പിന്നെ തമിഴ്നാട്, ശ്രീലങ്ക, മലേഷ്യ, സിംഗപ്പൂർ, ഇങ്ങനെ തമിഴന്മാർ ജീവിക്കുന്ന ഇപ്പോഴൊക്കെ തുടങ്ങി. നേരത്തെ അവരാണ് കൊണ്ടുപോയി പ്രചരിപ്പിച്ചത്. ഒരുപാട് പേര് പിടിച്ചുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ പ്രധാനമായിട്ടും പിന്നെ കേരളം, തമിഴ്നാട്, കർണാടക, പിന്നെ ഈ നമ്മളെ മറ്റ് എല്ലായിടത്തും ഇപ്പം ഇന്ത്യ മുഴുവനും ഉണ്ട്. ഇപ്പം പ്രധാനമായിട്ടുള്ളത് പിന്നെ ഇങ്ങനെ 2-3 നമ്മളെ അയൽ സംസ്ഥാനങ്ങളും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. പൊതുവെ നന്നായി പോകുന്നു, കുഴപ്പമില്ല. കൊല്ലത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അതെ. അടുത്ത യാത്ര എങ്ങോട്ടാണ്? അടുത്ത യാത്ര നമ്മൾ ഇപ്പോൾ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, മാറിക്കൊണ്ടേയിരിക്കുക. ഇവിടെ തന്നെ ഇപ്പോൾ ഷോപ്പിൽ ആളുകളുടെ കാല് വെച്ചാൽ ഷേപ്പ് കണക്കായി ഷോൾ ഇട്ട് കൊടുക്കും. ഇവിടെ ഇപ്പം അങ്ങനെ ഇപ്പം താങ്കൾക്ക് വേണമെങ്കിൽ ആ ഷോള് കാലിന് കണക്കായിട്ടുള്ള ഷോൾ ഇവിടെ ചെയ്തു തരും. അത് ശരി. അതിന് മേലെ കയറി നിന്നാൽ കണക്കാക്കി ഷോൾ എടുത്തിട്ട് നിങ്ങൾ അതിനടിയിട്ടാൽ നിങ്ങൾക്ക് കാലിന് നമ്മൾ ഈ ഒഴിഞ്ഞ ഭാഗം ഉണ്ടല്ലോ അതെല്ലാം ടച്ച് ചെയ്ത് തരത്തിൽ ഷോൾ ഇട്ട് തരും. അങ്ങനെ അതെ. അങ്ങനെ എല്ലാം പരിഷ്കരിക്കുകയാണ്. കാരണം ആളുകൾക്ക് എന്തെങ്കിലും ഒരു ആകർഷകത്വം വേണം, അതാണ്. അപ്പോൾ നമ്മൾ അന്ന് ഞങ്ങൾ തുടങ്ങിയത് ഒരു ചെറിയ സ്ഥാപനം തുടങ്ങിയതാണ്. അങ്ങനെ മെല്ലെ 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 വളർന്ന് ഇന്ന് നമ്മൾ കുറേ നല്ല നിലയിൽ ഉൽപ്പാദനം നടക്കുന്ന ഇന്ത്യയിൽ എല്ലാം കുറേ ഒരു 5-10 സ്റ്റേറ്റിൽ ഇപ്പം നമ്മളെ യൂണിറ്റുകൾ തന്നെ ഉണ്ട്. പിന്നെ പുറത്ത് ഫാക്ടറി ഉണ്ട്. പിന്നെ ശ്രീലങ്കയിൽ ഫാക്ടറി ഉണ്ട്. പിന്നെ ഈ ഇതിൽ താൻസാനിയ ഉണ്ട്. പിന്നെ അതേമാതിരി ബംഗ്ലാദേശിലൊരു യൂണിറ്റ് ഉണ്ട്. അങ്ങനെ ആ നിലയിൽ യൂണിറ്റ് ഉണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ മിക്കവാറും പിന്നെ ഈ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം എല്ലാം തന്നെ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ഡീലർഷിപ്പും. ഈ 40 കൊല്ലത്തെ ശക്തി പിന്നിലുണ്ടല്ലോ, അത് 40 കൊല്ലത്തെ അനുഭവ സമ്പത്ത് വെച്ചിട്ട് വലിയൊരു എക്സ്പാൻഷൻ തയ്യാറെടുക്കുകയാണോ വിക്കിസി? അതിപ്പോൾ നമ്മൾ പിന്നെ ഈ നമ്മളെ നല്ല ടീം ഞങ്ങൾക്കുണ്ട്. ഇവിടെ ഉണ്ട് ഒരു 10-14 ആൾക്കാർ. ഞങ്ങൾ ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് എംപ്ലോയീസ് ഇപ്പം പിന്നെ ഇപ്പം ടോട്ടൽ എല്ലാ ഭാഗത്തും കൂടി നോക്കിയാൽ ഡയറക്റ്റ് 5,000-ഉം ഇൻഡയറക്റ്റ് 5,000, അങ്ങനെ 10,000 പേര്. അതെ. നമ്മുടെ ഡയറക്ടേഴ്സെല്ലാം മിക്കവാറും ഇവിടെ ഉണ്ട്. എല്ലാവരും ഡയറക്ടേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. അത് പിന്നെ ഈ അതിന് കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒക്കെ ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മാറുന്ന സാങ്കേതിക വിദ്യ എല്ലാം അതത് സമയത്ത് കരസ്ഥമാക്കി ആ സാധനങ്ങൾ പിന്നെ കണ്ടുപിടിച്ച് അത് കൊണ്ടുവന്ന് അത് ഞങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല, വൈകിലായി പോകും. നിങ്ങൾ പിന്നെ ഈ 24 ചാനൽ മാതിരി 24 ചാനൽ തുടങ്ങി അതിനൊരുപാട് പരിഷ്കരണം വരുത്തി. അപ്പം അത് മറ്റുള്ള ആളുകൾ കോപ്പി അടിക്കാൻ പുറപ്പെട്ടു. കോപ്പി അടിയാണല്ലോ നമ്മൾ. അല്ല, അതെല്ലാം അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഈ വ്യാപാര രംഗത്ത്, വ്യവസായ രംഗത്ത് ഏറ്റവും വലിയ ടെക്നോളജി തന്നെ കോപ്പി അടിക്കുക എന്നുള്ള. അല്ല, ഞാൻ ഭയക്കുന്നത് എങ്ങോട്ട് തുറന്നു പറഞ്ഞു. അപ്പോൾ ഇനി 24-നകത്തിന് എന്നെ മാത്രമേ ഉള്ളൂ കോപ്പി അടിക്കാൻ. അപ്പോ ഞാൻ കുറച്ച് ദിവസമായാലും ഇറങ്ങിയിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ ഇനി SKN50 എന്ന് പറഞ്ഞ് ഇനി ആരെങ്കിലും ഇറക്കണം എന്നുള്ള ഒരു ടെൻഷൻ. അല്ല, അത് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇത്തിരി ബുദ്ധിമുട്ടും, എന്നാലും അവര് മുട്ടാൻ തയ്യാറാ. അപ്പൊ എന്തായാലും അങ്ങയോട് സംസാരിക്കാൻ പറ്റി വളരെ സന്തോഷം. അപ്പം
നമ്മൾ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കണോ അതോ കാലിനൊപ്പിച്ച് ചെരുപ്പ് മുറിക്കണോ എന്നുള്ളത്. നമ്മൾ കാലിനൊപ്പിച്ച് ചെരുപ്പ് കൊടുക്കാം. അത് അങ്ങനെ ഒരുപാട് മുന്നോട്ട് പോകട്ടെ. കാരണം ഒന്നാമത് ഈ സ്ഥാപനത്തിന്റെ ഏത് സ്ഥാപനത്തിന് വിശ്വാസ്യത ഏറ്റവും പ്രധാനമാണ്. അത് ഈ സ്ഥാപനത്തിന് ഇഷ്ടം പോലെ ഞങ്ങൾ ആ കൂടി ഞങ്ങൾ നേടിയെടുത്തതാണ്. ഞങ്ങൾ പിന്നെ വിശ്വാസ്യത, ഞങ്ങളെ വില, ഞങ്ങൾ കൊടുക്കുന്ന സാധനങ്ങൾ, ഇതൊക്കെ ഞങ്ങൾ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അധികം എടുക്കാറില്ല. ഞങ്ങളിത് തുടങ്ങിയ കാലത്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഈ പുതിയ മോഡലെല്ലാം, അതായത് പുതിയ പരിഷ്കൃത ഫോറിൻ ടെക്നോളജി ഉപയോഗിച്ച് ഉണ്ടാക്കിയ ചെരുപ്പ് കേരളത്തിൽ ആദ്യം തുടങ്ങിയ ഞങ്ങളാണ്. അന്ന് ഞങ്ങൾക്ക് കോമ്പറ്റീഷൻ ഇല്ല. അന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ആളുകൾക്ക് പിന്നെ ഈ കാവലിൽ നിന്ന് ആളുകൾ വാങ്ങിക്കൊണ്ടുപോകുന്നൊരു കാലമാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പം നമ്മൾ 150ഓളം കമ്പനികൾ ഇവിടെ ഉണ്ട് മത്സരിക്കാൻ. പക്ഷെ അന്നത്തെ വില, ആ വിലനോട് മത്സരിക്കാൻ ഇന്നും ആർക്കും സാധിച്ചില്ല. കാരണം ഞങ്ങൾ അത്രേ എടുത്തിട്ടുള്ളൂ. ഞങ്ങളൊരു വളരെ മിതമായ ലാഭം, അതാണ് നമ്മുടെ മോട്ടോ അല്ലേ? അതാണ് ഞങ്ങൾ ലാഭമില്ല. ഇല്ല, ഞങ്ങളതാണ് ഇപ്പോഴും പിന്നെ ഞങ്ങളുടെ നിലപാട് അതാണ്. ഇപ്പോഴും ഞങ്ങൾ പുതിയ ഐറ്റം തുടങ്ങുമ്പോഴും ഒരു 3000 വെക്കുന്ന ചെരുപ്പുണ്ടെങ്കിൽ ഞങ്ങൾ 2000 താഴെ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ അത്രയും വില പിന്നെ എത്ര കുറച്ച് കൊടുക്കാൻ പറ്റുമോ അത്രയും കുറച്ച് കൊടുക്കും. അതേപോലെ തന്നെ ഏറ്റവും നല്ല ഉൽപ്പന്നമാണ് ഞങ്ങൾ കൊടുക്കുകയുള്ളൂ. ആളുകളുടെ വിശ്വാസത പിന്നെ പരമാവധി അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതേമാതിരി തന്നെ ഞങ്ങളെ ഡയറക്ടർമാർ, കൂടെയുള്ള ഞങ്ങൾ തൊഴിലാളികൾ, ഞങ്ങളെ മറ്റ് സ്റ്റാഫ് എല്ലാം തന്നെ ഞങ്ങളെ ആ ഒരു രീതി അവരൊക്കെ തന്നെ പിന്തുടരുന്ന ഒരു സ്ഥിതിയാണ്. അതിലാരും മാറ്റമില്ലാതെ തന്നെ അതങ്ങനെ തന്നെ എല്ലാ കാര്യത്തിലും അങ്ങനെ ആയിരിക്കും. എൻ്റെ കൂടെ എനിക്കറിയുന്ന പോലെ VKCയുടെ പരസ്യം ഒരുപക്ഷെ അങ്ങേക്കാളും കൂടുതൽ കണ്ടിട്ടുള്ള 2 വാർത്താവതാരകരുടെ വന്നു. ഒന്ന് ആഷ്മി, ഒന്ന് ഗോപികൃഷ്ണൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ബ്രേക്ക് വരുമ്പോൾ എൻകൗണ്ടറൊക്കെ അവർ പ്രധാനമായിട്ട് ചെയ്യുന്നു. അപ്പോൾ ബ്രേക്കിനകത്ത് VKC കാണും. അപ്പോൾ VKC കഴിയാൻ വേണ്ടി ഇവർ കാത്തിരിക്കുന്നവരാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ VKC കാണുന്ന 2 പേർക്കും സ്വാഗതം. ആഷ്മി പിന്നെ ഫേമസ് ആണല്ലോ. ആഷ്മിയുടെ ഒരു ഇൻട്രോ ഉണ്ട്. അങ്ങ് അനുവദിച്ചാൽ VKCയുടെ ഇൻട്രോ വേണേ ഇവിടെ പറയും. ചിലപ്പോൾ കൗണ്ടർ അടിക്കുന്നുള്ളൂ. അപ്പോൾ ഗോപികൃഷ്ണൻ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. ഇവരെല്ലാം കണ്ട് നല്ല പരിചയം ഉണ്ടാവും. അപ്പോൾ 2 പ്രധാന കൂടി നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം തന്നെ VKC പറഞ്ഞത് ഇങ്ങനെ ലഹരിക്കെതിരായ ഒരു പോരാട്ട യാത്ര ഈ പൊള്ളുന്ന വേനൽക്കാലത്ത് നടത്തുന്നു. SKനെ ആദരിക്കണം. അപ്പോൾ അതിനുവേണ്ടി SK ഒന്നും എഴുതിയിരിക്കണം. VKC കൊണ്ടുപോയ കോഴിക്കോടിന്റെ ചിരിക്കുന്ന മുഖമാണ് പഴയ ജനപ്രതിനിധി VKC കൊണ്ടുപോയത്. അതിലേക്ക് നമ്മുടെ ടീം അംഗങ്ങൾ അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. VKC 24മായി ചേർന്ന് ഇതിൽ നേരത്തെ 25 വീടുകൾ മറ്റു പല മേഖലകളിലെ നൽകി 24 ചേർന്ന് 10 വീട് പാവങ്ങൾക്ക് നൽകാൻ VKC കൊണ്ടുപോയി തയ്യാറായി. അതിന്റെ ഒരു പ്രഖ്യാപനവും അതിന്റെ ആ ചടങ്ങ് വളരെ പ്രധാന. 24 ചേർന്ന് എത്ര വീട് അങ്ങ് കൊടുക്കുന്നു? 10 വീട്. ഇനി അങ്ങേക്ക് ഒരു 100 വീടുകൾ കൊടുക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും ആദ്യം പൈസ വേണം. തീർച്ചയായിട്ടും അതിന് മനസ്സുണ്ട്. മാത്രം അങ്ങേക്ക് മനസ്സുണ്ടെന്ന് നമുക്കറിയാം. മാത്രമല്ല പൈസയും കൂടെ വേണമല്ലോ. അപ്പോൾ ഒരുപാട് കമ്പനി ഒരുപാട് മേൽക്കുമേൽ വളർന്ന് ലാഭകരമായിട്ട് കേരളത്തിൽ ഒരു 10-100 വീട് കൊടുക്കത്തക്ക ഒരു അവസ്ഥ ഉണ്ടാകട്ടെ. ഒരുപക്ഷെ ഇങ്ങനെയുള്ള നല്ല മനുഷ്യർ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ചോർന്നൊല്ലിക്കാത്ത ഒരു സ്ഥലത്ത് കിടന്നുറങ്ങാൻ പറ്റുന്നു. നമ്മളിപ്പോൾ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനുമായിട്ട് ചേർന്നൊരു 100 വീട് കേരളത്തിൽ കൊടുക്കുന്നു. അദ്ദേഹം വളരെ പർട്ടിക്കുലറാണ്. കാരണം ഒരു സാധ്യതയില്ലാത്ത ആൾക്കാർക്ക് അദ്ദേഹം കൊടുക്കാൻ സമ്മതിക്കുന്നു. അപ്പോൾ പക്ഷേ ആ 100 വീടുകാരുടെ കണ്ണീരിന് ഒരു ശമനമുണ്ട്. അപ്പോൾ അങ്ങ് ചെയ്യുന്നത് ചെറിയ കാര്യമല്ല. VKCക്ക് എൻ്റെ ആശംസകൾ. 24-ആയിട്ട് ടൈപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ 2 പേരോട് ഒന്നും ചെയ്യും. ഞാൻ വേണേ 1, 2, 3 പറയാം. 1, 2, 3. അശ്വിനി വേണത് വായിച്ചോളൂ. നന്നായി. ഞങ്ങളിതുപോലെ മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. നമ്മളിപ്പോൾ ഇപ്പോൾ അടുത്ത് തന്നെ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ഇപ്പോൾ ഏകദേശം ഒരു 1.5 കോടിയിലധികം ഉറുപ്പിക മുടക്കി ഒരു കെട്ടിടം ഉണ്ടാക്കി കൊടുത്തു. പിന്നെ നമ്മൾ പിന്നെ വേറെ അതിപ്പോൾ 1 വർഷം കഴിഞ്ഞു. അതേമാതിരി ഞങ്ങൾ നേരത്തെ തന്നെ കുറേ ഇതുപോലത്തെ സ്കൂള് മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങളെ കിട്ടുന്ന കാശിനനുസരിച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മളൊരു ഒരു ഡയാലിസിസ് സെൻ്റർ നടക്കുന്നുണ്ട്. അത് ഞങ്ങൾ ട്രസ്റ്റാണ്.
എങ്കിലും ഞങ്ങൾ മുഖ്യ പങ്ക് വഹിച്ചിട്ട് 100 പാവപ്പെട്ട ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഇത് കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങൾ മറ്റ് ആളുകളെ സഹായം കൂടെ വാങ്ങിയിട്ടാണ് ചെയ്യുന്നത്. അതായത് വളരെ നന്നായിട്ട് ഒരു സൗജന്യം എന്ന് ആർക്കും തോന്നാത്ത തരത്തിൽ ആ 100 ആളുകളെ ഞങ്ങൾ ചികിത്സിക്കുന്നുണ്ട്. സന്തോഷം. താങ്ക് യു. അത് പറഞ്ഞു ഞാൻ സൂചിപ്പിച്ച്. കാരണം നമ്മുടെ എനിക്കൊന്ന് ഈ കോഴിക്കോട്ടുകാരുടെ ഭക്ഷണം, വാത്സല്യം, സ്നേഹം ഇത് മൂന്നും എടുത്തു പറയേണ്ടത്. ഞങ്ങൾ പക്ഷേ ഞങ്ങൾ ഭക്ഷണം ഒന്ന് വേറെ അറേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് തരാൻ പറ്റിയില്ല. അല്ല, അതിനി ആവാമല്ലോ, നമ്മളൊരു കുടുംബം, നമ്മളിനിയും വരാം, ഈ വഴിക്കൊക്കെ നമുക്ക് വരാം. പിന്നെ അങ്ങയുടെ സ്ഥാപനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ മതിപ്പാ എന്ന് മാത്രം പറയും. താങ്ക് യു. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം, ഒന്ന് നോക്കിയിട്ട് പറ്റുന്ന ചെരുപ്പ് ഏതാണ്ടെങ്കിൽ. ഓക്കെ. ഒരു 5 മിനിറ്റ് അതിൽ നിന്നാൽ സ്കാനിങ് സ്കാനിങ്, ഈ പ്രോസസ് എന്താണ്? സ്കാനിങ് ചെയ്യാണ്. അതെ സാറേ, ഇതിൽ നിന്നിട്ട് കാല് സ്കാൻ ചെയ്യും. അതിനനുസരിച്ചിട്ട് ഹീറ്റ് ഒരു തെർമോ ഫോമാണ്. അതനുസരിച്ച് അത് സെൽഫ് ഷേപ്പായിട്ട് കസ്റ്റമൈഡ് സെൽഫായിട്ട് വേറെ അനാറ്റമിക്ക് അനുസരിച്ചിട്ട് അത് സെറ്റാവും. വലിയ കൺസെപ്റ്റ് ഉണ്ട്. ഞാനത് മുമ്പേ നമ്മളിപ്പോൾ തന്നെ ഗോ ഗ്രീൻ അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലാണല്ലോ ഇപ്പോൾ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ നമ്മൾ 100% നമ്മളൊരു 100% സർക്കുലർ എന്ന് പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ഇത് തിരിച്ചെടുക്കും. നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ റിക്വസ്റ്റ് ഇട്ടാൽ അപ്പോൾ നമ്മൾ തിരിച്ചെടുക്കും. അതെ, ഫുള്ളായി ഇപ്പോൾ നമ്മൾ റീസൈക്ലബിൾ ആയിരിക്കും. എക്കോ ഫ്രണ്ട്ലി, ഗോ ഗ്രീൻ എന്നുള്ള രീതിയിൽ, സസ്റ്റൈനബിൾ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ. ഇതാണ് നമ്മൾ ഏറ്റവും വേൾഡിൽ തന്നെ ഫസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഫുട്വെയർ കമ്പനി ചെയ്യുന്നില്ല. അതെ, അപ്പോൾ നമ്മൾ ഈ പ്ലാനറ്റ് ഡി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ബ്രാൻഡായിട്ടാണ് ഇതിനെ ലോഞ്ച് ചെയ്യുന്നത്. ഇതിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ വരാനുണ്ട്. നമ്മൾ അതിന്റെ ഉദ്യമത്തിലാണ്. മേയോട് കൂടിയിട്ട് നമുക്കത് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അത് കൂടാണ്ട് തന്നെ നമ്മൾ പിന്നെ ഇത് പുതിയ നമ്മുടെ ഈ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള TPE ചെയ്യുന്നതാണ്. ഇത് നമ്മൾ 100% റീസൈക്ലബിൾ ആണ്. ഏറ്റവും നമ്മളെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഷൂ ആണ് അത്. ഇതൊക്കെ നമ്മൾ എപ്പോഴും ഇന്നോവേറ്റീവ് ആയിട്ട് സാറെ പോലെ തന്നെ ഈ ഉള്ള കാലത്ത് ജീവിക്കാൻ. അതായത് ഓരോരുത്തരുടെ ഇത് നമ്മുടെ ഇപ്പൊ എന്താ സംഭവിച്ചോണ്ടിരിക്കുന്നത്? ഇതെന്ന് വെച്ചാൽ കസ്റ്റമൈസ്ഡ് ഇൻസോൾ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളെ കാലിന്റെ ഷേപ്പിനനുസരിച്ചിട്ട് അതിന്റെ ആർക്കിനനുസരിച്ചിട്ട് ഇത് ഡെവലപ്പ് ആവും. ഓരോരുത്തരുടെ കാലിന് വ്യത്യസ്തമാണ്. അതെ, ഓരോ കാര്യം വ്യത്യസ്തമാണ്. അപ്പൊ നമ്മൾ ഈ ഷൂ ഇട്ട് നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു മാസമായല്ലോ SK നടക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്. അപ്പൊ സ്ട്രെസ് ഫ്രീ ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മളെ ഓരോ പിന്നെ വ്യക്തിയുടെയും പിന്നെ അനാറ്റമിക് അനുസരിച്ചിട്ട് ഇത് സെറ്റ് ആവും. ഞാൻ വ്യക്തിപരമായി അത് പറയട്ടെ, എല്ലാവരും നീളം കുറവുള്ള കാര്യം, നമ്മളിപ്പോൾ നീളമുള്ള ഷൂ എവിടെയും കിട്ടുന്നില്ല, സൈസ് ഉള്ള ഷൂ എവിടെ നിന്ന് കിട്ടുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അങ്ങനെ ബിഗർ സൈസ് 11, 12, 13 നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. എവിടെ പോയാലും 12 സൈസ് കാര്യമായിട്ടില്ല. അതെ, കുറവാണ്. എന്നാലും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. സൈസ് കിട്ടാൻ വലിയ പാടാ, ബുദ്ധിമുട്ടാണ്. നോർമലി അങ്ങനത്തെ ആൾക്കാർ കുറവുള്ളതുകൊണ്ടാണ് അല്ലേ? അതുകൊണ്ട് അതെ, ഷൂ ഉണ്ട്. 12 ഷൂ നമുക്ക് ഷൂ പക്ഷെ കുറവാ. എല്ലായിടത്തും പോയാലേ വലിയ ബുദ്ധിമുട്ടാണ് ഷൂ കിട്ടാൻ. പരാതി പറഞ്ഞാ അറിയിച്ച ഇത് നമ്മൾ അതേമാതിരി ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യാം കേട്ടോ. നമ്മൾ ഇന്നാണ് ഇത് ഇവിടെ ലോഞ്ച് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ്. അതെ, ഇതൊരു പുതിയ ടെക്നോളജിയാണ്. നമ്മൾ ഇന്ന് ഇവിടെ ലോഞ്ച് ചെയ്ത് നമ്മൾ കൺസെപ്റ്റ് എങ്ങനെയാ ചെയ്തതുപോലെ നമ്മളെ കുറെ സ്റ്റോറുകൾ വരാനുണ്ട്. അപ്പൊ എല്ലാ സ്റ്റോറിലും നമ്മൾ ഇങ്ങനത്തെ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പൊ കസ്റ്റമർക്ക് അവിടെ വന്നിട്ട് ഈ പിന്നെ ഫെസിലിറ്റി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ സോള് പിന്നീടാണ് ഈ ഷൂ ഇതിപ്പോ തന്നെ സെറ്റ് ആവും. നമുക്ക് ഇപ്പൊ തന്നെ നമ്മളിപ്പോ ഷൂ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഷൂസിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇത് ജസ്റ്റ് ഇൻസോൾ പാഡാണ്.
അപ്പൊ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ഈ ഷൂസിലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെ അതെ. SK വമ്പൻ ടെക്നോളജിയാ. അതെ. ഇതുണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് ആദ്യം ഇത് വഴി വന്നാൽ മതിയായിരുന്നു. പൊതുവെ ഒരു പ്രതികരണം എങ്ങനെയുണ്ട് ഇതിനോട്? നമ്മൾ ഇത് പുതിയതായിട്ട് യൂസ് ചെയ്യുക. അപ്പൊ ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് ബ്രാൻഡുകൾ ഇതായിട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു ഈ പോപ്പുലാരിറ്റി വന്നിട്ടില്ല ലൈക്ക് ഇതിന്റെ. അപ്പൊ നമ്മളിപ്പോ ഈ പിന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ളവർ മാത്രമേ സോഫ്റ്റ് ആയിട്ടുള്ള ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളൂ. ഇത് നമുക്ക് നോർമൽ എല്ലാവർക്കും നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇതിന്റെ അട്രാക്ഷൻ. കംഫർട്ടബിൾ ആയിരിക്കും. അതിനുവേണ്ടി ബ്രാൻഡ് കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അതിനു വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ആദ്യമായിട്ട് ഇന്നാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. സ്റ്റോറിൽ ഇന്നാണ് ലോഞ്ച് ചെയ്യുന്നത്. അതെ അതെ. നല്ലൊരു തുടക്കമാവട്ടെ. അതെ അതെ. ഐശ്വര്യമുള്ള കാലം. എന്താ തോന്നുന്നത്? അവിടെ നിൽക്കും? നല്ല ചൂട് വരുന്നുണ്ട്. പിന്നെ എവിടേക്ക് എന്തൊക്കെയോ നടക്കുന്ന ഒരു ചിന്ത അങ്ങോട്ട് അതുണ്ട്. അത് കാലുമല്ല തലവരെ ആ ചിന്തയുണ്ട്. ആശുപത്രിയുടെ കയറി നിൽക്കാൻ ഒരു അവസരം തരാം. നമ്മൾ 12 സൈസ് കാലുകാരാ. വലിയ ബുദ്ധിമുട്ടാ. ആശുപത്രിയുടെ ഓരോരുത്തരും 6 അടി 3 ഇഞ്ചല്ലേ? 6 അടി 2 ഇഞ്ച്. ഈ 6 ഇപ്പം കഴിഞ്ഞ യാത്രയെ കണ്ടു, കഴിഞ്ഞ ദിവസം കണ്ടു. എന്തൊരു പ്രശ്നമായെന്നറിയോ രണ്ടുപേരും തമ്മിൽ, 2 പൊക്കക്കാർ തമ്മിൽ. സ്ക്രീനിൽ കാണുമ്പോഴേ നിങ്ങൾ വളരെ പൊക്കം തോന്നിക്കാറുണ്ട്. നിങ്ങൾ ഹീല് ഷൂ ഉണ്ടോന്ന് സംശയം. ഷൂവിനകത്തൊക്കെ സോളിടാൻ കഴിയും. യെസ് നമ്മൾ നിലവിലുള്ള സോള്. അതെ, അത് ഇൻസോൾ എടുത്ത് മാറ്റിയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെ അതെ. മെറ്റീരിയൽ എന്താ സാധനം? ഇത് നമ്മൾ പിന്നെ ഒരു തെർമോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ലെയർ ഉണ്ട്. പിന്നെ ഫോം ഉണ്ട്. പിന്നെ നമ്മൾ അത് ഈ ഹീറ്റ് ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ആവും. സെറ്റ് ആയി കഴിഞ്ഞാൽ ആ ഷേപ്പ് പിന്നെ അത് സോളിഡ് ആയിരിക്കും. പിന്നെ അത് മാറത്തില്ല. നമ്മളെ കാലിന്റെ ആ കൗവച്ചറിനനുസരിച്ചിട്ട് ഇത് ഫുൾ ടൈം സപ്പോർട്ട് കൊടുക്കും. വേറെ എവിടെയൊക്കെ ഉണ്ട് ഈ സംഗതി? ഇത് പിന്നെ പൊതുവിൽ ആരും ലോഞ്ച് ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാവുന്നത്. കുറച്ച് ഓർത്തോ ഡോക്ടേഴ്സ് അങ്ങനത്തെ ടൈപ്പിൽ മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മൾ റെഗുലർ കാറ്റഗറി ബ്രാൻഡുകളിൽ ഇത് ലോഞ്ച് ആയിട്ടില്ല. ബാക്കി നല്ല കട്ടിയുണ്ടോ? അല്ലേ, ബാക്കി നല്ല കട്ടിയുണ്ട്. ബാക്കിയൊക്കെ ഡീലർമാരെ വിട്ടുന്നത്. അങ്ങനെ ഡീലർമാർക്ക് കൊടുത്തിട്ട് അവരെ നിങ്ങളുടെ ഒരാൾ തന്നെ എന്നോട് പറയുക അല്ല, ഈ പുതിയ ജനറേഷൻ അതെ അതെ. അവർ കൂടുതലും ഓൺലൈൻ പിന്നെ ഓൺലൈൻ കാര്യമായിട്ട് പോകുന്നുണ്ടോ ഇവിടെ? നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ നമ്മൾ തുടങ്ങാത്ത കാര്യം എല്ലാവരും കൂടുതലും ആണ്. പക്ഷെ നമ്മൾ കൂടുതലും പിന്നെ റെഗുലർ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ള അപ്രോച്ചാണ് എടുക്കുന്നത്. ഇനി അങ്ങനത്തെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് പുതിയ ബ്രാൻഡ്, പുതിയ നെറ്റ്വർക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. റസാഖിനോട് പറഞ്ഞാണ്, അതായത് ഈ ഓൺലൈൻ ബിസിനസ് ആവുന്ന സമയത്ത് ഈ ഷോപ്പുകാർക്കൊന്നും കിട്ടുന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഷോപ്പുകാരുടെ കച്ചവട സാധ്യത ഇല്ലാതാക്കുന്ന ഒരു കച്ചവടത്തിന് VKC കൂട്ടു നിൽക്കാത്തതുകൊണ്ട് ഞാൻ ഈ SK ചോദിച്ചത് ഇതേ ചോദ്യം റസാഖിനോട് ചോദിച്ചിരുന്നു. അത് ശരിയല്ല. ഒരു വ്യവസായികനെ ആലോചിക്കാൻ പാടില്ല. അല്ല, നമ്മൾ പുതിയ ഓരോ അല്ല നമ്മളെ പ്ലാൻ എങ്ങനെ
നമ്മളെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ കസ്റ്റമേഴ്സിനും അവർ ഡിസൈവ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഓരോ വെർട്ടിക്കലും അതിന് വേണ്ടിയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ തീർച്ചയായിട്ടും ഓരോ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള അവരെ നെറ്റ്വർക്കിൽ അവൈലബിൾ ആക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യും. റെഗുലർ കസ്റ്റമേഴ്സിന് അവർ കിട്ടുന്ന രീതിയിൽ നമ്മൾ കൂടുതൽ അതിന് വേണ്ടിയിട്ട് പ്ലാനും ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെയും ഇഷ്യൂ ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. നമ്മുടെ ഡിജിറ്റൽ നെറ്റ്വർക്കിൽ ഒരു 2,60,00,000 ആൾക്കാരുണ്ട്. നമ്മളിങ്ങനെ ഓൺലൈനാക്കും. അതിന്റെ സാധ്യത വേറെ ലെവലാണ്. കടക്കാർക്ക് ഒരു കുറച്ച് കാശ് കൊടുത്താലും കുഴപ്പമില്ല. ഷോപ്പിൽ അല്ലാതെ അവരൊരു അസംതൃപ്തി പ്രകടിപ്പിക്കുന്നുള്ളതുകൊണ്ടാണോ? അത് കറക്റ്റാണ്. അല്ല അങ്ങ് കുട്ടികൾ നോക്കട്ടെ. അല്ല അതന്നെ ഇവരാ നോക്കുന്നത്. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ. ഇല്ല, തീർച്ചയായിട്ടും ഇപ്പൊ അങ്ങനെയാണ് അവരാ നോക്കുന്നത്. എല്ലാ പിന്നാമ്പുറം എനിക്കറിയാം. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. അതിൽ കൂടുതൽ സന്തോഷം നമുക്കൊരു അതല്ല ഇവിടെ വരുമ്പോ നമുക്ക് വേറൊരു വൈവാണ്. നിങ്ങളെ കൂടെ പോയി നിൽക്കാൻ പറ്റുന്നതിലും നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഈ യാത്രയിലും നമ്മൾ കൂടെ ഉണ്ടല്ലോ. വളരെ തീർച്ചയായിട്ടും അതല്ല ഇതൊരു സാധാരണ ഒരു സംഭവമല്ലേ. ഇനി ആരും ചെയ്യാൻ പോകുന്നു. തീർച്ചയായിട്ടും ഇവർക്കൊക്കെ പറ്റും. പൊതുപ്രവർത്തകരായിരുന്നു നമ്മളൊക്കെ ഇറങ്ങാന്ന് പറഞ്ഞാല് അല്ല പൊതുപ്രവർത്തകർക്കും ഒരു അവർക്കും ഇപ്പം അവർ എന്താ പറയാ അവരിപ്പോ നാളം കെട്ടത് ഒരു നാഷണൽ പ്രസന്റർ ന്യൂസ് പ്രസന്റർ ചോദ്യമുണ്ട്. ഇതറിഞ്ഞിട്ട് ഈസി മാഡ്നായി അത് കേരളത്തിൽ 40 ഡിഗ്രിയാന്നൊക്കെ അയാൾക്കറിയാം. ഈസി മാഡ് ഈ വെയിൽ അയാളെ പറയും ഈസി റൂമിൽ വാർത്ത വായിച്ചിട്ട് പിന്നെ ഇറങ്ങാൻ തുടങ്ങിയ പല രക്ഷകളും. അതിൽ റിക്വസ്റ്റ് ഉള്ളത് ഈ ക്യാമ്പയിനോട് കൂടി നമുക്കിത് നിർത്താൻ പറ്റില്ല. ഇതിന്റെ ഒരു സിസ്റ്റം സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതല്ല ഇത് നമ്മൾ കണ്ട അപകടം. ഇതിപ്പോ ഞാൻ കാണുന്ന ഒരു അവതാര ലക്ഷ്യം പോലെ ഇല്ല. ഞാൻ CM-നോടൊക്കെ സംസാരിച്ച് 1 മണിക്കൂർ ലൈവൊക്കെ പോയാണത്. അപ്പോൾ CM-നോട് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ടിന്റെ 2 പാർട്ടാണ്. ഒരു പാർട്ട് എല്ലാവരും കാണിക്കാവുന്നു, ഒരു പാർട്ട് മുഖ്യമന്ത്രി മാത്രം കാണുന്നു. അതിനകത്ത് എല്ലാവരുടെ കളർപ്പടം കാണുന്നു, ആരൊക്കെ എന്റെ പിന്നിലെന്നുള്ളത്. ഇതിനെയൊക്കെ പിടിച്ചകത്തിട്ടാ മതി. ഒരു കാര്യം, നിങ്ങളെ ഈ പരിശ്രമത്തിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ എല്ലാവിധ പിന്തുണയും ഞങ്ങളെ ശക്തിയും ഇതിന്റെ കൂടെ ഉണ്ടാവും. അങ്ങയുടെ ശക്തിയും അങ്ങയുടെ ആൾക്കാരുടെ പിൻബലവും തീർച്ചയായിട്ടും. കോഴിക്കോട് കടപ്പുറത്ത് ഞാൻ പറഞ്ഞറിയോ, എന്റെ ആഗ്രഹം എന്ന് ഞാൻ 1 ലക്ഷം 10 ലക്ഷം ആൾക്കാർ വന്നാൽ നമ്മൾ വല്ലാണ്ട് പേടിക്കും. 20-ാം തീയതിയാണല്ലോ. ഒരു ജനസമൂഹം മൊത്തം എതിരാന്ന് പറഞ്ഞ ഒരു നിൽക്കത്തില്ല. അത് ആളില്ലെന്ന് വന്നാലേ ഇത് പിന്നെ വെച്ച് നടത്താന്ന് വിചാരിക്കും. മാത്രമല്ല ഇത് തുടങ്ങിയവരൊന്നും അവസാനിപ്പിക്കാൻ തയ്യാറില്ല. നമ്മൾ സംസാരിച്ച് നോക്കിയപ്പോഴേ ഒരുത്തരും തയ്യാറില്ല. ഇത് വലിയ ലാഭമുള്ള പരിപാടിയാണ്. ചെരുപ്പ് വെച്ചോളം പോലൊന്നും ഇല്ലല്ലോ. അല്ല ശരിയാണ്, ഭയങ്കര ലാഭമുള്ള പണിയാണ്. 100% എന്റെ പ്രോഫിറ്റ് 300%. അതിൽ കൂടുതൽ കിട്ടുന്ന പറയുന്നത്. അതല്ലേ ഒരാളെ 30,000 രൂപ ചെലവാക്കിയാലേ 3 ലക്ഷം രൂപ ഒരു മാസം ഉണ്ടാവും. അത്രയും മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു. അല്ല നമ്മുടെ എല്ലാ ഡയറക്ടേഴ്സും നമുക്ക് നിങ്ങൾക്കെല്ലാം ഞാൻ വളരെ വില കൂടിയ ഒരു സാധനമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാ ഡയറക്ടേഴ്സും ഇവിടെ എല്ലാവരും ഉണ്ടെന്ന് ഇന്നല്ലേ? എല്ലാ ഡയറക്ടേഴ്സും ഇല്ല ഇവിടെ. നമ്മുടെ വില കൂടിയ കോടികൾ വിലയുള്ള ഒരു ഗിഫ്റ്റ് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ കപ്പിന്റെ മോഹവില 500 കോടിയുടെ കപ്പാണ്. മോഹവില 500 കോടി. യഥാർത്ഥ വില 340 രൂപ, 344 രൂപയാണ് യഥാർത്ഥ വില. താങ്ക് യു. അപ്പൊ അത് ആദ്യം നമ്മൾ ചെയർമാൻ അങ്ങനെ ഇതിൽ കോപ്പി വെച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മളെ അടുത്ത ഡയറക്ടർ. അതെ ഞാൻ രാവിലെ നോക്കും. വൈബ്രന്റ് അത് നമ്മൾ പറഞ്ഞ 2K കിട്ടുമല്ലോ അല്ലേ?